Hello, in today's class we discussed about consumer behavior. This is the second chapter in marketing management. This chapter deals with the behavior of consumers while they purchase the products. What are the factors influencing the consumer behavior? What is the process of buying behavior? Steps involved in the process of buying behavior. Then consumer behavior and buying behavior difference and such things. Right now, this video tells you about consumer behavior, its concept and meaning, and what is the definition of consumer behavior, features and importance. Now see, consumer behavior, as you all know, what is the difference between consumers and buyers, right? രണ്ട് ടേമാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. കൺസ്യൂമേഴ്സ് ആരാണ്, ബയേഴ്സ് ആരാണ്. ആ പേര് പറയുന്ന പോലെ തന്നെ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ദോസ് പേഴ്സൺസ് ഹു ആർ ബൈയിങ് ദി പ്രോഡക്റ്റ് ഫോർ ദെയർ ഓൺ കൺസംഷൻ ഓർ ഇമ്മീഡിയറ്റ് യൂസ് ബൈ ദംസെൽസ്, സ്വയം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർ തന്നെ കൺസ്യൂം ചെയ്യാനോ. ലൈക്ക് ഇഫ് യു ആർ പർച്ചേസിങ് ഫ്രൂട്ട്സ്, എന്നിട്ട് ഫ്രൂട്ട്സ് വാങ്ങി നമ്മൾ തന്നെ കഴിക്കുന്നു, അപ്പോൾ അത് ഹീസ് എ കൺസ്യൂമർ, റൈറ്റ്? ആൻഡ് ഇഫ് സപ്പോസ് ഹീ ഈസ് ബൈയിങ് എ മൊബൈൽ ഫോൺ ആൻഡ് യൂസിങ് ഇറ്റ്, റൈറ്റ്? അപ്പോൾ ഹീ ഈസ് എ കൺസ്യൂമർ. ബട്ട് ഇഫ് സംബഡി ഈസ് പർച്ചേസിങ് ദ ഗുഡ്സ് ഫോർ റീസെയിൽ ഓർ ഫോർ പ്രസൻറ്റിങ് ഇറ്റ് ടു സംബഡി എൽസ്, മറ്റാർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫോർ കൊടുക്കണു. ഇപ്പോൾ ഹസ്ബൻഡ് ഗിഫ്റ്റായിട്ട് വൈഫിന് കൊടുക്കുക, സാരി വാങ്ങി. അപ്പോൾ ഈ ഹസ്ബൻഡിനെ സംബന്ധിച്ച് സാരി വാങ്ങി പറഞ്ഞാൽ ഹീ ഈസ് നോട്ട് ദ കൺസ്യൂമർ, ഹീ ഈസ് ഓൺലി എ ബയർ. കൺസ്യൂം ചെയ്യണത് ആരാണ്? ഹസ്ബൻഡിൻ്റെ വൈഫാണ്, ഇസ്ൻ്റ് ഇറ്റ്? കാരണം വൈഫിന് വേണ്ടിയിട്ടാണ് സാരി വാങ്ങിയത്, റൈറ്റ്? അപ്പോൾ ലൈക്ക് വൈസ് ഇഫ് യു ആർ ബൈയിങ് എ പ്രോഡക്റ്റ് ആൻഡ് യു ആർ ഗിവിങ് ഇറ്റ് ടു സംബഡി എൽസ്, ഐദർ ഗിഫ്റ്റൊക്കെ ആയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബയേഴ്സ്, റൈറ്റ്? ഡീലേഴ്സ് അല്ലെങ്കിൽ ഷോപ്പിലുള്ളവരൊക്കെ വാങ്ങും, കടയ്ക്ക് സാധനം വാങ്ങുമല്ലോ, എന്നിട്ട് വാങ്ങിയിട്ട് ഇത് പിന്നെ അവർ യൂസ് ചെയ്യുന്നില്ല, ദേ ആർ റീസെല്ലിങ് ഇറ്റ്, അത് അവരൊരു പ്രോഫിറ്റിന് കസ്റ്റമേഴ്സിന് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്നുമില്ലെങ്കിൽ റീസെല് ചെയ്യാൻ വേണ്ടി മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങുകയാണെങ്കിൽ ദോസ് പേഴ്സൺസ് ആർ നോൺ ആസ് ബയേഴ്സ്. അതാണ് ഈ ആദ്യത്തെ സ്ലൈഡിൽ പറയുന്നത്. കൺസ്യൂമേഴ്സ് ആർ പർച്ചേസേഴ്സ് of goods and services for immediate use or consumption. That term is important. Immediate use അല്ലെങ്കിൽ consumption. പക്ഷെ ബയർ ആണെങ്കിൽ he is the person who buys goods either for resale or for production. ഒന്നുമില്ലെങ്കിൽ പ്രൊഡക്ഷൻ പർപ്പസിനായിരിക്കാം, അല്ലെങ്കിൽ റീസെയിൽ ചെയ്യാൻ. അതാണ് ഇൻഡസ്ട്രി ബയേഴ്സ് എന്ന് പറഞ്ഞാൽ. അവർ കൺസ്യൂമേഴ്സ് അല്ല, ഒരു പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി റോ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യും, റൈറ്റ്? and or for the use of somebody else. ഇനി കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ക്യാൻ ബി either buyer or he can be a consumer also, right? Now consumer behavior simply means it is the study of why people buy. It tells you about the process whereby individuals decide what, when, where, how and from whom to purchase goods and services. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ ഇത്രേ ഉള്ളൂ. അതായത് കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ ആസ് ടു ദ പർച്ചേസ് ഓഫ് ഗുഡ്സ്, why they are purchasing a particular brand, at what price they are ready to buy. Process as to how consumers make their purchase decisions to meet their needs, right? Buyer behavior is the behavior of industrial customers and the behavior is more rational and logical when compared to the consumers. Buyer behavior കുറച്ചുകൂടി റാഷണൽ ആയിരിക്കും, കാരണം അവർ സാധാരണ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് വാങ്ങുന്നവരായിരിക്കും, റൈറ്റ്? ദീസ് ആർ ദ definitions or the meaning of the consumer behavior. What does consumer behavior means? It is the study or the process related to the consumers behavior as to where, from, whom, how, when they have to purchase the goods, right? Now coming to the features of consumer behavior, there are mainly 4 features of consumer behavior. One is, as I mentioned, ഇതിൽ ഒരു കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സ്
അതുപോലും ഇൻക്ലൂഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ആക്ച്വലി എ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഓൾ ദ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് എ കൺസ്യൂമർ. ഒരു കൺസ്യൂമറിൻ്റെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഏതിൽ വരും? കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ഉള്ളിൽ വരും. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി കോംപ്ലെക്സ്, ഡൈനമിക് ആൻഡ് എവർ ചേഞ്ചിങ്. കാരണം കൺസ്യൂമേഴ്സിന് ഇന്നത്തെ ഇഷ്ടാവില്ല നാളെ. അപ്പോൾ ഇന്ന് നമ്മൾ കാർ വാങ്ങുമ്പോൾ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സേ സ്റ്റൈലിഷ് കാർ വിച്ച് യു നോ നമ്മുടെ ഒരു സ്റ്റാറ്റസ് കാറായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടാം. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതേ ആൾക്ക് തന്നെ ചിലപ്പോൾ തോന്നാം മൈലേജൊക്കെ ഉള്ള ഒരു കാർ വാങ്ങിയാൽ മതി എന്ന് തോന്നാം. റൈറ്റ്? സോ എവർ ചേഞ്ചിങ്, ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി interests of the consumer. So it is dynamic or ever changing, and the consumer behavior starts before buying കൃത്യം വാങ്ങുന്ന സമയത്തല്ല. ഇപ്പോൾ സപ്പോസ് ഐ ഹാവ് പർച്ചേസിങ് പവർ ടു ബൈ a car and a TV, right? Money is there with me, right? അപ്പോൾ I have to take a decision as to which പ്രോഡക്റ്റ് ഐ ഹാവ് ടു ബൈ. ഞാനിപ്പോൾ ആദ്യം പ്രിഫർ ചെയ്തിട്ട് കാർ വാങ്ങാൻ പോകണോ, വീട് വാങ്ങാൻ പോകണോ, സ്ഥലം വാങ്ങണോ, ഇങ്ങനെ ഡെസിഷൻസ് ഐ ഹാവ് ടു ടേക്ക്, റൈറ്റ്? അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കൂടെ കുറേ തോട്ട് പ്രോസസ്സ് നടക്കും, കുറേ അനാലിസിസ് നടക്കും, എന്ത് നെഗറ്റീവ് പോസിറ്റീവ് ഇതൊക്കെ ആലോചിക്കും. അപ്പോൾ ബൈയിങ്ങിൻ്റെ വളരെ മുമ്പ് തന്നെ കൺസ്യൂമർ ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യും. ബൈയിങ് കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഒരു TV വാങ്ങി വീട്ടിൽ വെച്ചു, അപ്പം നമ്മൾ പിന്നെ കുറച്ച് കാലത്തേക്ക് അതിനെ അനലൈസ് ചെയ്യുക തന്നെയാണ്. നമ്മൾ വാങ്ങിയ കാശ് ഇറക്കിയത് യൂസ്ഫുള്ളായോ, ഇസ് ദർ ഈസ് എനി വാല്യൂ ടു ദ പ്രോഡക്റ്റ്, റൈറ്റ്? അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ബൈയിങ്ങിൻ്റെ മുന്നേ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും, ബൈയിങ് കഴിഞ്ഞാലും അത് നിലനിൽക്കുകയും ചെയ്യും. ഹെൻസ് ഇറ്റ് ഈസ് ആക്ച്വലി എ സൈക്കോളജിക്കൽ ആൻഡ് എ സോഷ്യൽ പ്രോസസ്. ഇതൊരു സൈക്കോളജിക്കലാണ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് വെരി മച്ച് ലിങ്ക്ഡ് വിത്ത് ദി സൊസൈറ്റി. സോ ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. Now the importance of consumer behavior is to the company. രണ്ട് രീതിയിലാണ് കൺസ്യൂമർ ബിഹേവിയർ ഹെൽപ്പ് ചെയ്യുക. ഒന്ന്, പോളിസി ഫോർമുലേഷന് കമ്പനീനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയാണ്. മാർക്കറ്റ് മീൻസ് കൺസ്യൂമേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണ്, അവരുടെ ബിഹേവിയർ പഠിക്കുകയാണ്, അവരുടെ തോട്ട് പ്രോസസ്സ് പഠിക്കുകയാണ്, അവർക്ക് വാട്ട് വിൽ ബി ദ ഫീഡ്ബാക്ക് അതുപോലും നമ്മൾ നേരത്തെ പഠിക്കുകയാണ്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതുകൊണ്ട് there are two areas. One is policy based and the other one is market based, right? Policy based is strategy formulation. This consumer behavior helps the company in strategy formulation. Consumer behavior helps to create policies on consumer protection related ആയിട്ട് പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഉണ്ടല്ലോ, അത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ പോളിസീസ് സമയത്ത് കറക്റ്റായിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്താൽ മതിയോ, നമ്മുടെ പ്രൊഡക്ഷൻ ബ്രേക്ക് ആവാത്ത കണ്ടിന്യൂസ് ആയി നടക്കണമെങ്കിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, ഓൾ ദീസ് പോളിസീസ്. ദെൻ പ്രൈസിങ് പോളിസീസ്, കസ്റ്റമറിന് ഏറ്റവും അഫോർഡബിളായ പ്രൈസ് ഏതാണ്, ഏതൊക്കെ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ഏതൊക്കെ പ്രൈസിൽ കൊടുക്കണം, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റിന് എന്താണ് പ്രൈസ്, ലോ ക്വാളിറ്റി പ്രൊഡക്റ്റിന്, മീഡിയം ക്വാളിറ്റി പ്രൊഡക്റ്റിന് എന്താണ് പ്രൈസ്, ഇങ്ങനെയുള്ള പ്രൈസിങ് പോളിസീസ് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഈ പോളിസി ഫോർമുലേഷൻ, സ്ട്രാറ്റജി ഫോർമുലേഷനൊക്കെ കൺസ്യൂമർ ബിഹേവിയർ ഹെൽപ്പ് ചെയ്യും. ഇൻ ദ സെയിം വേ ഇഫ് യു ലുക്ക് ഇൻ ടു ദ മാർക്കറ്റ് ബേസ്ഡ് ആസ്പെക്ട്സ്, ഈ മാർക്കറ്റ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനീനെ ദിസ് കൺസ്യൂമർ ബിഹേവിയർ വിൽ ഹെൽപ്പ് ദ കമ്പനി ടു സെലക്ട് ദി ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. കറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ സെലക്ട് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ടു വിൻ ദ കോമ്പറ്റീഷൻ, മറ്റ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മാർക്കറ്റ് ഫെയിലേഴ്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ടാർഗറ്റ് മാർക്കറ്റിംഗ് മീൻസ് ഏത് ഏരിയയിൽ നമ്മൾ കൂടുതലായി ഫോക്കസ് ചെയ്യണം, ഹൂം ഷുഡ് ബി അവർ ടാർഗറ്റ്. ഇപ്പോൾ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഓഫ് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്, ഡിഫറെൻറ്റ് ഇൻകം ലെവൽ, അല്ലേ? നല്ല ഹൈ ഇൻകം ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം, ലോ ഇൻകം ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം, മീഡിയം ഇൻകം ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം. അപ്പോൾ ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ ഇത് ആരെ ടാർഗറ്റ് ചെയ്യണം. ഇപ്പോൾ ഡയമണ്ടാണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്നുണ്ടെങ്കിൽ, if you are selling a diamond necklace or diamond ring, normally it will be targeting high income group, isn't it? നല്ല ക്വാളിറ്റി സാധനമായിരിക്കും പ്രിഫർ ചെയ്യുക ഹൈ ഇൻകം ഗ്രൂപ്പ്. അപ്പോൾ അവർക്ക് കാരണം അവർ കാശ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അവർക്കുള്ള രീതിയിലാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് ഫ്രെയിം ചെയ്യുക, മനസ്സിലായോ? പിന്നെ ചില പ്രോഡക്റ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി അപ്ലിക്കബിൾ ഫോർ ഓൾ ദ ഇൻകം കാറ്റഗറീസ്, ഹൈ, ലോ,
ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാനും കൺസ്യൂമർ ബിഹേവിയർ വിൽ ഹെൽപ്പ്. റൈറ്റ് നൗ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ഹൗ യു ഹാവ് ടു സെഗ്മെൻറ്റ് യുവർ മാർക്കറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നുമില്ല ജോഗ്രഫിക്കൽ ഏരിയ ബേസ്ഡ്, അല്ലെങ്കിൽ ഏജ് ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ പ്രൊഫഷണൽസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, അങ്ങനെ പ്രൊഫഷണൽസ്, അഗ്രികൾച്ചർ അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പ്, അങ്ങനെ ഏത് ബേസിലാണോ നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനും കൺസ്യൂമർ ബിഹേവിയർ വിൽ ഹെൽപ്പ്. അപ്പോൾ രണ്ട് ആസ്പെക്ട്സ് കൂടെ കൺസ്യൂമർ ബിഹേവിയർ ഹെൽപ്പ് ചെയ്യും. ഇത്രയും പോളിസീസ് ഡെവലപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം മാർക്കറ്റിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്ത്, കോമ്പറ്റീഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് സക്സസ് ആവാനും കൺസ്യൂമർ ബിഹേവിയർ വിൽ ഹെൽപ്പ്. Right? So this is an introduction to the second chapter which I am sharing for today's class. Okay, thank you.